പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലിന്റെ മഹത്വം ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു നീണ്ട ആയത്തിന്റെ അവസാനത്തിൽ അല്ലദീന യത്തബിഊന الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم ഇതുവരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയായിരുന്നു അല്ലാഹു. എന്നിട്ട് പറയുന്നു ഫല്ലദീന ആമനു ബിഹി, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിശദീകരിക്കണം, വിശ്വസിക്കണം. ഒരർത്ഥമുണ്ട്. ഫല്ലദീന, ഈ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും വഅസ്സറൂഹു ഐ അള്ളമൂഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഐ വഖറൂഹു, ഖാല ഇബ്നു അബ്ബാസ് ഐ വഖറൂഹു, തഫ്സീർ തബരിയിൽ കാണാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനനുസരിച്ച ബഹുമാനം ഉണ്ടാവണം. ഐ മദഹൂഹു, തഫ്സീർ ബഹറുൽ മുഹീത്തിൽ കാണാം അതിന് അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് പറയണം, അവരുടെ മഹത്വം പറയണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വനസറുഹു, അവരെ സഹായിക്കുകയും അവരുടെ ദീനിനെ സഹായിക്കേണ്ടിടത്ത് ആത്മാർത്ഥമായി സഹകരിക്കുകയും ഒന്നിനും കഴിയാത്തവൻ അങ്ങനെ സഹായിക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഉള്ള ആളുകൾ അത് അതാ അവിടെ വേറെ പറയുന്നു. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ, തഅ്ളീം എന്ന് പറഞ്ഞാൽ ശരീഅത്ത് പിൻപറ്റലാണെന്ന് പറഞ്ഞ് വിടുവായിത്വം പറയുന്നവരുണ്ടല്ലോ. അല്ല, പരിശുദ്ധ ഖുർആൻ മറ്റൊന്നായി പറയുന്നു. ബഹുമാനമൊന്ന് വേറെ, ആദരവൊന്ന് വേറെ, സ്നേഹമൊന്ന് വേറെ. അതിനാലൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരുന്ന ആ ഇത്തിബാ അവസാനവും പറയുന്നു. ഈ 4 വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയ ആളുകൾ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് അത്രേ വിജയികൾ. ഉലൈക മഅരിഫയാണ്, അൽ മുഫ്ലിഹൂൻ മഅരിഫയാണ്. ഒരു ഇസ്മിയായ ജുംലയുടെ 2 ജുസ്ഉം മഅരിഫയായാൽ ഹസ്റിനെ ഫായിദ വെപ്പിക്കുമെന്ന് പണ്ഡിതന്മാർക്കറിയാം. പോരാത്തത് സൈദുൻ അശ്ശാഇറു എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും സൈദുൻ ഷാഇറുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും രണ്ടും രണ്ടാണ്. അതിന്റെ പുറമെ ഹും എന്ന ഫസ്ലിന്റെ ളമീറും ഇട്ടുകൊണ്ട് അല്ലാഹു അന്തിമമായി അടിവരയിട്ട് തീർത്ത് പറയുന്നു, വിജയം വേണോ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം. ഞാൻ റസൂല് പറഞ്ഞ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, വേറെ എന്ത് റസൂല്? ഞാൻ റസൂല് പറഞ്ഞ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, പിന്നെന്താ? അതിന്റെ അപ്പുറം എന്താ വേണ്ടത്? ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്, റസൂല് പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്, ഞാൻ ഇത്തിബാ എനിക്കുണ്ട്. ആ റസൂലിനെ മദ്ഹ് പറഞ്ഞിട്ട് റസൂലിനെ ദൈവമാക്കാനൊന്നും ഞാനില്ലെന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ. അല്ലാഹു അല്ലാത്ത ആരെയും ഇലാഹാക്കുന്നവരല്ല നമ്മളാരും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് അർഹമായ ബഹുമാനം വകവെച്ച് കൊടുത്തില്ലെങ്കിൽ അവന് വിജയമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ നസ്സായി പറയുന്ന ആയത്താണ് ഞാൻ ഇവിടെ ഓതിയത്. ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഖുർആനിന്റെ നസ്സാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ബഹുമാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വകവെച്ചു കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ വിജയം സുനിശ്ചിതമാവുകയുള്ളൂ. അതുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്, അല്ലെങ്കിൽ പരാജയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഈ നബിദിനത്തിന്റെ തുടക്കത്തിൽ തൃശൂർ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് എനിക്ക് നൽകാനുള്ളത്. തങ്ങൾ ഉസ്താദ് പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊരു ശാരീരിക മുഖമുണ്ട്, അവർക്ക് നമ്മളോടുള്ളൊരു മുശാബഹത്തിന്റെ മുഖമുണ്ട്. എന്നാൽ നമ്മളോട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു മുഖമുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലാക്കുമ്പോഴേ മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിച്ചവനാവുകയുള്ളൂ. ഇത് അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾക്ക് മആരിജുൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതിഗംഭീരമായ ഗ്രന്ഥം. നുബുവത്തിന്റെ മഹത്വമൊക്കെ വിശദീകരിക്കുന്ന ആ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്നത് റസൂലുള്ളാഹിന്റെ വജ്ഹുൽ മുശാബഹത്തിനെ വിവരിക്കുകയാണ്, അഥവാ മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയെ വിശദീകരിക്കുകയാണ്. യൂഹാ ഇലയ്യ എന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും
മിസ്ലുക്കും യൂഹാ ഇലയ്യ എന്ന ആയത്തിന്റെ തുണ്ടമോദിക്കൊണ്ട് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് മാത്രം ഓതിക്കൊണ്ട് അള്ളാന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്ന ബിദ്അത്തുകാർ, വഹാബികൾ, ജമാഅത്തുകാര്, ഇത്തരത്തിലുള്ള പുത്തനാശയക്കാരുമായി സുന്നികൾക്ക് ബന്ധപ്പെടാൻ സാധ്യമല്ല. അതാര് പറഞ്ഞാലും ശരി, അത് നുബുവത്തിനെ വില കുറക്കലാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഉസൂലുകളെ നശിപ്പിക്കാനുള്ള കാരണമാണ്. ഖുൽ ഇന്നമാ അന ബശറുക്കും എന്നത് ഒരായത്തിന്റെ തുണ്ടമാണ്. അത് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയെ വിശദീകരിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ മാനുഷിക മുഖത്തെ വിവരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് വിശ്വസിക്കേണ്ടത്. റിസാലത്ത് എന്ത്, നുബുവത്ത് എന്ത്, വഹി എന്ത്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുമ്പോഴേ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അതാണ് യൂഹാ ഇലയ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ചേർത്തി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരേ സമയം നമുക്കറിയാം, ഈ സദസ്സിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. ഇൽമിന്റെ സദസ്സിൽ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നവരാണ്. അള്ളാഹിന്റെ റസൂൽ അത് പഠിപ്പിച്ചതാണ്. ദിക്റിന്റെ സദസ്സിൽ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. പക്ഷേ ആ മലക്കുകളെ കാണാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാണോ? സാധ്യമാണോ? ആ മലക്കുകൾക്കും സാധ്യമാണോ? എന്നാൽ നുബുവത്ത് അതിന്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ തന്നെ ഉണ്ടാവണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മഹാന്മാരായ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ هم المختصون بالنفوس الزكية المؤيدون بالقوة القدسية المتعلقون لصفاء جواهرهم بكلا العالمين الروحاني والجسماني يتلقون من جانب ويلقون من جانب لا يعوقهم التعلق بمصالح الخلق عن التبتل إلى جناب الحق وبعضها في أسفل إن പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ ഒരേ സമയം ആലമുൽ അർവാഹിൽ നിന്ന് മലക്കുകളുടെ ലോകത്തിൽ നിന്ന് സ്വീകരിക്കുവാനും അതേ സമയം അത് മനുഷ്യന്മാർക്ക് കൊടുക്കാനും കഴിയുന്നവരാണ്. അതിനനുസരിച്ച സ്വഭാവത്തിന്റെ ശരീരഘടനയുടെ ഉടമകളാണ്. ഇമാം റാസി തങ്ങൾ പറഞ്ഞില്ലേ, ദക്കറൽ ഹലീമി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഹലീമിയെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്, അന്നൽ അംബിയാ മുഖാലിഫൂന ഫിൽ മാഹിയത്തി ലിസാഇരിൽ ബശർ. അവരുടെ ഘടനയിൽ, അവരുടെ ശരീരഘടനയിൽ തന്നെ ഒരേ സമയം മലക്കാനീയത്തിലേക്ക് ഉയരുവാനും ആ മലക്കിൽ നിന്ന് സ്വീകരിക്കുവാനും ആ മലക്കിനെ കാണുവാനും അതേ സമയം അത് മനുഷ്യന്മാർക്ക് കൊടുക്കുവാനുമുള്ള പ്രകൃതിപരമായ കഴിവ് അവരിൽ ഉണ്ടാവണം. അവരുടെ ഓരോ അവയവത്തിനും ഉണ്ടാവണം. അത്തരത്തിലുള്ള ആളുകളെ അമ്പിയാക്കളാക്കാൻ പറ്റൂ. അതാണ് ഇന്നല്ലാഹ ഇസ്തഫാ. അത് എല്ലാവർക്കും സാധ്യമല്ല. മറിച്ച് അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. മലക്കുകൾക്ക് പോലും എല്ലാവർക്കും അത് സാധ്യമല്ല. മറിച്ച് അല്ലാഹു മലക്കുകളിൽ നിന്ന് ചിലരെ അതിനെ സെലക്ട് ചെയ്യും. അതിന് പറ്റുന്ന വ്യക്തിത്വം അവർക്ക് കൊടുക്കും. വമിനൻ നാസ്, മനുഷ്യരിൽ നിന്നും ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളെ അല്ലാഹു സ്ഫുടം ചെയ്ത് കടഞ്ഞെടുത്ത് അതിനാവശ്യമായ മഹത്വങ്ങൾ നൽകി, വിശേഷണങ്ങൾ നൽകി അവരെ അല്ലാഹു ശുദ്ധീകരിച്ചു കൊണ്ടുവരും. ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാൻ അലൽ ആലമീൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു അങ്ങനെ തെരഞ്ഞെടുത്തവരാണ് അവര്. ഇവരെ സാധാരണ മനുഷ്യരാക്കുന്നവരെ തോളിലേറ്റാൻ ഒരു യഥാർത്ഥ മുസ്ലിമിന് സാധ്യമല്ല. അത് ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്, മറ്റൊന്നും കൊണ്ടുമല്ല. അത് ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. അതിന്റെ ഒന്നാമത്തെ തുടക്കം ബഹുമാനപ്പെട്ട അമ്പിയാക്കളെ ചെറുതാക്കലിൽ നിന്നാണ്. അവര് സാധാരണ മനുഷ്യന്മാരാണ്, ദിനേന തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് എഴുതി വെച്ചവരല്ലേ വഹാബികൾ. ഇവരെ താങ്ങണമെന്നോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തിൽ ഇതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ഈമാൻ പരിശുദ്ധമായി സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ഈമാൻ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ നബിയോടുള്ള ബഹുമാനത്തെ യഥാവിധം മനസ്സിലാക്കി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും അതേ അർത്ഥത്തിൽ പൂർവീകർ നിലനിർത്തിയ അതേ അർത്ഥത്തിൽ നിലനിർത്തുക
എന്നൊന്ന് മാത്രമേ നമുക്കതിനുള്ള മാർഗമുള്ളൂ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയാനും കേൾക്കാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി. 2 ദിവസം കഴിഞ്ഞാൽ കുന്നംകുളത്ത് പരിപാടി നടക്കുന്നു, മറ്റ് പലയിടത്തും പരിപാടികൾ നടക്കുന്നു. ഇതിലൊക്കെ പങ്കെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കാൻ ശ്രമിക്കുക. അതെത്ര കേട്ടാലും മതി വരില്ല, അത് എത്ര കേട്ടാലും അവസാനിക്കുകയില്ല, എത്ര പറഞ്ഞാലും അതിന് അന്ത്യമില്ല. അറാകുല്ല മദ്ഹിൻ ഫിന്നബിയ്യി മുഖസ്സറ വലൗ സീഗ ഫീഹി കുല്ലു ഉഖ്ദിൻ മുജൗഹറ. മുത്തുമാണിക്യം കോർക്കുന്നത് പോലെ, കോർത്തുണ്ടാക്കിയ മാല പോലെ കവിതകളും പദപ്രയോഗങ്ങളും നടത്തിയാൽ പോലും റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ അതെപ്പോഴും അപൂർണമാണ്. ഇദല്ലാഹു അസ്നാ ബില്ലദീ ഹുവ അഹ്ലുഹു. അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിന്റെ എത്ര ആയത്തുകളെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന ഒരൊറ്റ ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തീർക്കാൻ എത്ര ദിവസങ്ങൾ വേണം? ഫമാ മിഖ്ദാറു മാ യംദഹുൽ വറാ. പിന്നെ മനുഷ്യന്മാര് പറഞ്ഞിട്ട് എവിടെ എത്താനാ? അതുകൊണ്ട് നമുക്കൊരിക്കലും അത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ സമയം പ്രത്യേകിച്ചും എല്ലായ്പ്പോഴും ഈ സമയം റബീഉൽ അവ്വൽ സമയം, ഈ ദിക്റും ഈ മദ്ഹും ഈ മൗലിദും ഈ അനുസ്മരണ സമ്മേളനങ്ങളൊക്കെ സജീവമാകുമ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് എന്തെങ്കിലുമൊക്കെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ആ സദസ്സിന്റെ ബറക്കത്ത് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുമായുള്ള മാനസികമായ ബന്ധം രൂഢമൂലമാക്കാൻ, ശക്തിപ്പെടുത്താൻ നിങ്ങളൊക്കെ തയ്യാറാവണം എന്ന് പറഞ്ഞു.